സ്ത്രീത്വത്തെ അപമാനിച്ചെന്ന പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ പോലീസ് കേസെടുത്തു. എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ശ്രീകാന്ത് വിവരങ്ങൾ നൽകും. കൊച്ചിയിൽ നിന്ന് ശ്രീകാന്ത്, ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്? FIRന്റെ മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? നിലവിൽ വിജയകുമാർ, സെൻട്രൽ പോലീസാണ് ഈ വിഷയത്തിൽ കേസെടുത്തിരിക്കുന്നത്. നേരത്തെ ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസ് എറണാകുളം സെൻട്രൽ പോലീസിനാണ് കേസ് നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം സെൻട്രൽ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നു. സ്ത്രീത്വത്തെ അപമാനിച്ചതിനാണ് സെൻട്രൽ പോലീസ് ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുത്തിട്ടുള്ളത്. IT ആക്ടും വ്യവസായിക്കെതിരെ ചുമത്തി എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. നേരത്തെ ഹണി റോസ് ഈ വിഷയത്തിൽ രൂക്ഷ പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. തനിക്ക് പിന്നാലെ നടന്ന് തന്നെ ബോബി ചെമ്മണ്ണൂർ അപമാനിക്കുന്നു, അശ്ലീല പദപ്രയോഗങ്ങളിലൂടെ അവഹേളിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ അവർ പറഞ്ഞു. താൻ പരമാവധി ഇക്കാര്യത്തിൽ പരസ്യ പ്രതികരണത്തിന് മുതിരാതിരുന്നതാണ്. പക്ഷേ സൈബർ ഇടത്തിലടക്കം തനിക്കെതിരെ ആക്രമണം ശക്തമായതോടെയാണ് ആ പേര് പറയാനും ആ വ്യവസായിയുടെ പേര് പറയാനും അയാൾക്കെതിരെ പരാതി നൽകാനും തയ്യാറായത് എന്നിപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഹണി റോസ്. അതിന്റെ അടിസ്ഥാനത്തിൽ എറണാകുളം സെൻട്രൽ പോലീസാണ് കേസെടുത്തത്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതാണ് കേസ്. ഒപ്പം IT ആക്ട് അടക്കം ഇദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുണ്ട്. കാരണം സൈബർ ഇടത്തിലെ ആക്ഷേപം, സൈബർ ഇടത്തിലെ അവഹേളനമടക്കം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ IT ആക്ടും അദ്ദേഹത്തിനെതിരെ ചുമത്തുന്നത്. സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നതാണ് നിലവിൽ കേസ്. ബാക്കി FIRന്റെ വിശദാംശങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ശ്രീകാന്ത്, സാധാരണഗതിയിൽ സ്റ്റേഷൻ ജാമ്യമല്ല, കോടതിയിൽ ഹാജരാക്കി കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാനേ കഴിയൂ ഇത്തരം കേസുകളിൽ നിന്നാണ് തോന്നുന്നത്. ആ വകുപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ നേരത്തെ ഹണി റോസിന്റെ ഒരു പരാതിയിൽ കുമ്പളത്തുനിന്ന് ഒരാളെ കസ്റ്റഡിയിലെടുത്തത് 2 ദിവസം മുമ്പാണ്. ഇന്നാണ് അയാൾക്ക് ജാമ്യം കിട്ടിയത്. അപ്പോൾ സാധാരണഗതിയിൽ അതേ വകുപ്പോ അല്ലെ അതിൽ കുറച്ചുകൂടി കടുത്ത വകുപ്പുകളോ ആയിരിക്കണം ഈ കേസിലും പോലീസ് ചുമത്തിയിട്ടുണ്ടാവുക അല്ലേ? ഈ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ള വകുപ്പ് തന്നെ സ്റ്റേഷൻ ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടുള്ളതാണ്. കോടതിയിൽ ഹാജരാക്കിയേ തീരൂ. കോടതിയിൽ ഹാജരായി അവിടെ നിന്നും വേണമെങ്കിൽ ജാമ്യം എടുക്കാം. അത് ഇടക്കാല ജാമ്യം സാധാരണഗതിയിൽ അനുവദിക്കാറുണ്ട്. ശേഷം മുൻകൂർ ജാമ്യമൊക്കെ ഇനി ഒളിവിലാണെങ്കിൽ മുൻകൂർ ജാമ്യമൊക്കെ പരിഗണിക്കുക, അത്തരം കാര്യങ്ങളിലേക്കൊക്കെ പോകും. എന്തായാലും അറസ്റ്റിലാവുകയാണെങ്കിൽ സ്റ്റേഷനിൽ നിന്നും ജാമ്യം കിട്ടില്ല, കോടതിയിൽ ഹാജരാക്കുക എന്നുള്ളതാണ് നടപടിക്രമം. സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന വകുപ്പല്ല സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ളത്. നിലവിൽ ബോബി ചെമ്മണ്ണൂർ കേരളത്തിലില്ല എന്നുള്ളതാണ് കിട്ടുന്ന വിവരം. മുൻപ് വിളിച്ചപ്പോൾ കർണാടകയിലാണ് എന്നുള്ളതാണ് കിട്ടിയ വിവരം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മറ്റ് നടപടിക്രമങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുന്നത്. സ്വാഭാവികമായും എനിക്ക് തോന്നുന്നത് ബോബി ചെമ്മണ്ണൂർ മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും അറസ്റ്റിന് അദ്ദേഹം വഴങ്ങാനുള്ള സാധ്യത കുറവാണ്. സ്വാഭാവികമായും ബോബി ചെമ്മണ്ണൂർ ഇനി പോകാൻ ഇടയുള്ളത് ഒന്നുകിൽ ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലേക്ക് പോകാം, അല്ലെങ്കിൽ നേരിട്ട് ഹൈക്കോടതിയിലേക്ക് തന്നെ പോകാനും സാധ്യതയുണ്ട്. സ്ത്രീത്വത്തെ അപമാനിച്ചു, പൊതുവേദിയിൽ വെച്ച് അപമാനിച്ചു എന്നുള്ളതാണ്. അത് ആ പരാമർശങ്ങളൊക്കെ തന്നെ പൊതു ഇടത്തിൽ ലഭ്യമാണ്. അതിരൂക്ഷമായ വളരെ മ്ലേച്ഛമായ ഭാഷയിലാണ് അപമാനിച്ചിട്ടുള്ളത്. അദ്ദേഹം അതിനെ പല രീതിയിൽ ന്യായീകരിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും അത് കേൾക്കുന്നയാർക്കും മനസ്സിലാകും, അരിയാഹാരം കഴിക്കുന്നയാർക്കും മനസ്സിലാകുന്നതാണ് അദ്ദേഹം എന്താണ് ഉദ്ദേശിച്ചതെന്ന്. ഇനി എന്താണെന്നുള്ളത് പോലീസും കോടതിയുമാണ് തീരുമാനിക്കേണ്ടത്. അതെ അതെ, ശരി ശ്രീകാന്ത്. എന്തായാലും എറണാകുളം സെൻട്രൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അപ്പോൾ തുടർ നടപടിയിലേക്ക് പോലീസ് വേഗത്തിൽ കടക്കുകയാണ്. നേരത്തെ ഹണി റോസ് സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയ പോലെ അവർ ഒരു വലിയ പോരാട്ടം നടത്തുകയാണ്. ഇത്തരം പോരാട്ടം നടത്താൻ മറ്റുള്ളവർക്ക് കൂടി പ്രചോദനം നൽകുന്ന, ഒരു ധൈര്യം നൽകുന്ന ഒരു നീക്കമാണ്. പോലീസ് കേസെടുത്തു എന്നതും നല്ലത് തന്നെയാണ്. അപ്പോൾ തുടർ നിയമ നടപടിയിലേക്ക് പോലീസ് വേഗത്തിൽ പോകുന്നു എന്നതാണ് ഈ മണിക്കൂറുകളിൽ വരുന്ന പ്രധാനപ്പെട്ട വിവരം. എറണാകുളം സെൻട്രൽ പോലീസാണ് FIR ഇട്ടിരിക്കുന്നത്. ശ്രീകാന്താണ് വിശദാംശങ്ങൾ നൽകിയത്.